എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ പേര് മെക്കാഹോളിക്കാണ്. സിലിണ്ടർ ഹെഡ് സെറ്റ് ചെയ്യുന്നതാണ്. സിലിണ്ടറിൻ്റെ പാക്കിംഗ് ഇടണം. പാക്കിംഗ് ഇട്ടിട്ട് ഒരു ചെറിയ തുണി വെച്ച് കവർ ചെയ്യണം. പിസ്റ്റണാണ് കണക്ട് ചെയ്യുന്നത്. പിസ്റ്റൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് കണക്റ്റിംഗ് റോഡുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആ പിന്ന് പതുക്കെ വിരൽ കൊണ്ടൊന്ന് തള്ളിക്കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് ആ സ്പ്രിങ് ഇടാനായിട്ട് വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ തെന്നി കൊടുത്താൽ മതി. സ്പ്രിങ് ഇടും. സ്റ്റഡി പിന്നിടാൻ മറക്കണ്ട. സ്റ്റഡി പിന്നിടാൻ മറന്നു കഴിഞ്ഞാൽ വീണ്ടും അഴിച്ച് ഒന്നേന്ന് ഇടേണ്ടത് വരും. അതുകൊണ്ട് കറക്റ്റാണ് നോക്കി ഇടുന്നതായിരിക്കും നല്ലത്. ഇത് വന്നിട്ട് പിസ്റ്റൺ സ്റ്റോപ്പർ ഉണ്ടാക്കുന്നതാണ്. പിസ്റ്റൺ സ്റ്റോപ്പർ തൽക്കാലം പോയി വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വീട്ടിൽ കിടന്നൊരു ചെറിയ പീസ് തടിയിൽ വീട്ടിൽ ടൂൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിസ്റ്റൺ സ്റ്റോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇത് പതുക്കെ ഇനി അതിൽ വെച്ചിട്ട് പതുക്കെ കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ സൈഡ് വശം പുറത്തോട്ട് തള്ളി നിൽക്കും. അതിന് പതുക്കെ നമ്മളൊരു ടെസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ ഒന്ന് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഓയിൽ റിങ് ഇരിക്കുന്നത് നമുക്ക് പതുക്കെ ഒന്ന് കുലുക്കി കൊടുത്ത് അങ്ങ് ഇറക്കിയാൽ മതി. ഓയിൽ റിങ്ങിൻ്റെ ഏരിയ വരുമ്പോഴേക്കും ടൈമിംഗ് ചെയിൻ്റെ പാഡ് സൈഡിലുള്ള പാഡ് ഇടുന്നതാണ്. ഇത് അതിന് മുകളിലുള്ള പാക്കിംഗ് ഇട്ടതിന് ശേഷം സിലിണ്ടർ ഹെഡ് എടുത്ത് കണക്ട് ചെയ്യാം. ഈ സിലിണ്ടർ ഹെഡിൽ ആകപ്പാടെ വരുന്ന ഒരു 6 ബോൾട്ടാണ് വരുന്നത്. 6 ബോൾട്ടും അതിൽ സൈഡിൽ വരുന്ന 10ൻ്റെ ബോൾട്ട് 2 വിട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്യാം ഷാഫ്റ്റ് യൂണിറ്റാണ്. ക്യാം ഷാഫ്റ്റ് യൂണിറ്റ് കറക്റ്റായിട്ട് എടുത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അടിയിലൊരു 2 സ്റ്റഡി പിൻ ഉണ്ടാവും. നമ്മളിത് സ്പീഡായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അല്ല വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രമല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് വന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു പോകാമെന്നുള്ളൊരു ഐഡിയയേ ഉള്ളൂ. നമ്മൾ ഈ 4 ബോൾട്ട് വിട്ടതിന് ശേഷം 4 ബോൾട്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടൈറ്റ് ചെയ്ത് വിടുകയാണ് നല്ലത്. നമ്മൾ ആദ്യമായിട്ടൊക്കെ എൻജിൻ പൊളിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. എൻജിൻ പൊളിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ടൈമിംഗ് ചെയിൻ ഊരിപ്പോകുന്നൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഊരിപ്പോയി കഴിഞ്ഞാൽ മാഗ്നറ്റ് സൈഡ് അഴിച്ചിട്ട് മാഗ്നറ്റ് ഊരി അതിനുശേഷം മാത്രമേ നമുക്കിതിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് ഊരാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂൾ വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും ചില വർക്ക്ഷോപ്പുകാർ ഇതിൻ്റെ സൈഡിൽ ഉള്ളി എന്തെങ്കിലും വെച്ചിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ ചുറ്റികൽ വെച്ച് അടിച്ച് ഇളക്കാനാണ് പതിവ്. അത് ഞാൻ 1-2 വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരും. ഇത് വന്ന് ടൈമിംഗ് ചെയിൻ സ്റ്റോപ്പർ ആണ്. നമുക്ക് പതുക്കെ ടൈമിംഗ് ചെയിൻ പിടിച്ചിടാം. ടൈമിംഗ് ചെയിൻ പിടിച്ച് അങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള 2 പാഡുണ്ട്. പാഡ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇത് നമ്മുടെ സെൽഫ് മോട്ടർ ഡ്രൈവ് ചെയ്യുന്ന ഗിയറാണ്. നമ്മൾ ഈ ഗിയറാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗിയർ ഫ്രീ ആയിട്ട് കറങ്ങും. നമ്മുടെ മാഗ്നറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്കാവുന്നത്. മാഗ്നറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് കണക്റ്റ് ആവുന്നത്. ഞാൻ മാഗ്നറ്റ് ഹോൾഡർ വെച്ചാണ് മാഗ്നറ്റ് ടൈറ്റ് ചെയ്തത്. മാഗ്നറ്റ് അല്ലെങ്കിൽ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ആ വീഡിയോ ഇടാത്തത്. എല്ലാ ഗിയറും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാക്കിംഗ് ഇട്ടതിന് ശേഷം നമ്മളിതിനെ അടച്ചു കൊടുക്കുകയാണ്. ഇതിനെ കറക്റ്റായിട്ട് അടച്ചു കൊടുത്തിട്ട് ഈ ആലൻ കീ ബോൾട്ട് നമ്മൾ ഊരിയെടുക്കണം. ഇത് ഊരിയെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ടോപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ടീയും ആ ഫ്രണ്ടിലായിട്ട് കിടക്കുന്ന ലൈനും ഫ്രണ്ടിൽ കിടക്കുന്ന ആ ലൈനും ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ഗ്രൂവും മാച്ച് ആയിരിക്കണം. അങ്ങനെ മാച്ചാവുന്ന രീതിയിൽ സെറ്റാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ പിസ്റ്റൺ വന്നിട്ട് സിലിണ്ടറിൻ്റെ ടോപ്പിലായിരിക്കും. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഗിയർ സെറ്റ് ചെയ്യുന്നതാണ്. ഗിയർ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ സൈഡിൽ 2 വരയുണ്ട്. ആ 2 വരയും കറക്റ്റായിട്ട് ഇതുപോലെ നിൽക്കണം. കണ്ടില്ല, അതിൻ്റെ ടോപ്പ് കറക്റ്റ് ലൈനും കാണിക്കുന്നുണ്ട്.
രണ്ട് സൈഡിലും ഓരോ 8-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ആ രണ്ട് സൈഡിലും വരുന്ന 8-ൻ്റെ ബോൾട്ട് ഇട്ട് നമുക്ക് നന്നായി ടൈറ്റ് ചെയ്യാം. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ വയ്ക്കാനായിട്ട്. ടൈമിംഗ് ചെയിൻ ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ മെക്കാനിസം വരുന്നത്. ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഹെഡ് ഉണ്ട്. ആ സ്ക്രൂ ഹെഡിൽ നമ്മുടെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് വലത്തോട്ട് തിരിക്കുമ്പോൾ കണ്ട ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. ലോക്കായിട്ടുണ്ട്. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യാനായിട്ട് അതിൽ തന്നെ കൊടുത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് തിരിച്ചാൽ മതി. തിരിച്ച് റിലീസായി വരും. ഇത് ഓവർ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം.